സ്വന്തം സഹോദരങ്ങൾ സുരക്ഷിതമായി ഉറങ്ങാനായി കാശ്മീരിലെ കാടുകളിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച മറ്റൊരു വീരജവാൻ. ഭീകരതയ്ക്കെതിരായ ഭാരതത്തിന്റെ അചഞ്ചലമായ പോരാട്ടത്തിൽ വീണ്ടും രക്തസാക്ഷ്യം. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ നടന്ന കനത്ത ഏറ്റുമുട്ടലിലാണ് ജയ്ഷെ മുഹമ്മദ് ഭീകരരുമായുള്ള പോരാട്ടത്തിൽ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ ഒരു ധീരജവാൻ വീരമൃത്യു വരിച്ചത്. രാജ്യം മുഴുവൻ ആ ധീരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുമ്പോൾ ഭീകരർക്കായി വനത്തിൽ തിരച്ചിൽ ശക്തമായി തുടരുകയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് ഉദ്ധംപൂർ ജില്ലയിലെ ജോഫർ മേഖലയിൽ സോഹൻ എന്ന വിദൂര വനഗ്രാമത്തിലാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ജയ്ഷെ മുഹമ്മദ് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീർ പോലീസിന്റെ SOG, ഇന്ത്യൻ ആർമി, CRPF എന്നിവരടങ്ങിയ സംയുക്ത സേനയാണ് തിരച്ചിലിനായി എത്തിയത്. സൈന്യം പ്രദേശത്ത് വളഞ്ഞ് തിരച്ചിൽ ആരംഭിച്ചതോടെ ഭീകരർ വെടിയുതിർത്തു. ഏകദേശം 2 മണിക്കൂറോളം നീണ്ടുനിന്ന ശക്തമായ ഈ വെടിവയ്പിൽ ഭീകരർക്ക് നേരെ പോരാടിയ ഒരു SOG ജവാനാണ് വെടിയേറ്റ്. അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഗുരുതരമായ പരിക്കുകൾ കാരണം അദ്ദേഹം വീരമൃത്യു വരിച്ചു. ഭീകരതയുടെ വേരറുക്കാൻ ജീവൻ നൽകിയ ഈ ധീര സൈനികന്റെ ത്യാഗത്തിന് മുന്നിൽ രാജ്യം തലകുനിക്കുന്നു. ഭീകരരെ കുറിച്ചുള്ള കൃത്യമായ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത്. ജയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 3 ഭീകരർ ഈ വനഗ്രാമത്തിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്നായിരുന്നു വിവരം. ഈ പ്രദേശം ദുർഘടമായതും കുത്തനെയുള്ള മലനിരകൾ നിറഞ്ഞതുമായതിനാൽ ഓപ്പറേഷൻ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അതോടൊപ്പം ഇരുട്ടും കൂടി ആയതോടെ കോമ്പിംഗ് ഓപ്പറേഷനുകൾ അതീവ ദുഷ്കരമായി മാറി. ഒരു ചെറിയ SOG യൂണിറ്റ് ആണ് ആദ്യം ഭീകരരുമായി ഏറ്റുമുട്ടിയതെന്ന് IGP ഭീംസൻ ഡ്യൂട്ടി അറിയിച്ചു. വീരമൃത്യു വരിച്ച ജവാന്റെ ത്യാഗത്തിൽ രാജ്യം മുഴുവൻ ദുഃഖം രേഖപ്പെടുത്തുമ്പോൾ ഓപ്പറേഷൻ പുരോഗമിക്കുന്നുവെന്ന ഇന്ത്യൻ ആർമിയുടെ വൈറ്റ് നൈറ്റ് കോർപ്സ് പ്രസ്താവന ഇറക്കി. രാത്രിയിൽ ഓപ്പറേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും പ്രദേശം മുഴുവൻ സുരക്ഷാ സേനയുടെ കർശനമായ നിരീക്ഷണത്തിലാണ്, വലയത്തിലാണ്. ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചു. കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് തിരച്ചിൽ ശക്തപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരർക്ക് പരിക്കേറ്റതായ സൂചനകൾ ഉണ്ടെങ്കിലും അത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ ഒരു ജവാന്റെ രക്തസാക്ഷിത്വം നമ്മുടെ പോരാളികളുടെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഉദ്ധംപൂരിൽ നടന്ന ഈ ഏറ്റുമുട്ടൽ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിലെ ഏറ്റവും പുതിയ അധ്യായമാണ്. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ വനത്തിൽ ഭീകരരെ വേട്ടയാടാനുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിച്ചു. ഭീകരരെ കണ്ടെത്തി നിർവീര്യമാക്കുന്നതുവരെ നമ്മുടെ സൈന്യം അതീവ ജാഗ്രതയോടെ ഈ ദൗത്യം തുടരും. ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.